നമസ്കാരം. വിശകലന ശേഷി ദൈവം മനുഷ്യന് തന്ന താലന്താണ്. ആരുടെയെങ്കിലോ അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിൻ്റെയോ ചിന്താധാരകൾക്ക് മുമ്പിൽ നമ്മുടെ വിശകലന ശേഷി അടിയറവ് വെക്കരുത്. ഭൂരിപക്ഷ ആളുകളും ഒരു പ്രത്യേക കാര്യം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിൽ വിശ്വസിക്കുക, പിന്തുടരുക എന്നത് ഒരു മാനസിക പ്രവണതയാണ്. ക്രിസ്തുവിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ആ ജനക്കൂട്ടത്തിൻ്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് പഠനവിധേയമാക്കണം. അതിന് പറയുന്ന പേര് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്നാണ്. എത്ര സത്യവിരുദ്ധമായിട്ടാണ് ആ ജനക്കൂട്ടം ആർപ്പുവിളി നടത്തുന്നത്. സന്നിധി സംഘം ചമച്ചൊരുക്കിയ ആരോപണത്തിന് ആർപ്പ് വിളിക്കുന്ന ഒരു ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തിലെ ഓരോരുത്തരും അവിടെ ആരോപിക്കപ്പെട്ട കുറ്റം ഒച്ചത്തിൽ വിളിച്ചു പറയാതെ ദൈവം കൊടുത്ത വിശകലന ശേഷിയെ സത്യബോധത്തിൻ്റെയും നീതിയുടെയും വെളിച്ചത്തിൽ ഒന്ന് വിശകലനം ചെയ്താൽ നിശ്ചയമായും അവരുടെ ഒക്കെ നിലപാട് മാറും. കർമ്മേൽ മലയുടെ മുകളിൽ ഏലിയ പ്രവാചകൻ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അത് അവിടെ കൂടിയ ഭൂരിപക്ഷത്തിന്റെ നിലപാടല്ല, സത്യത്തിന്റെ, വിശകലനത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ ഒക്കെ നിലപാടാണത്. ബാൻഡ് വാഗൺ ഇഫക്റ്റ് അവിടെ ഏലിയ പ്രവാചകനെ സ്വാധീനിച്ചാൽ അവിടെ കൂടിയ ബാലിന്റെയും അശേര പ്രതിഷ്ഠയുടെയും പുരോഹിതന്മാരുടെ നിലപാടെടുക്കാനേ ഏലിയാവിന് കഴിയൂ. എന്നാൽ തൻ്റെ ജീവിതാനുഭവങ്ങളുടെയും ദൈവബന്ധത്തിൻ്റെയും വിശകലന ശേഷിയുടെയും പശ്ചാത്തലത്തിൽ ഏലിയാവ് എടുക്കുന്ന നിലപാട് അത് മാതൃകാപരമാണ്, അത് കരണീയമാണ്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പോവുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അതിന് വിൽക്കാനുള്ളതല്ല. ജോൺ വുഡൻ പറയുന്നു, വിതൗട്ട് പ്രോപ്പർ സെൽഫ് ഇവാലുവേഷൻ ഫെയിലർ ഈസ് ഇന്നെവിറ്റബിൾ. വിശകലന ശേഷി നഷ്ടപ്പെട്ട് അതിന് തയ്യാറാകാത്ത ഒരാളുടെ പ്രവർത്തനങ്ങൾ നിശ്ചയമായും പരാജയപ്പെടും. സജിദ് മഹ്സൂദ് എഴുതുന്നു, സെൽഫ് ഇവാലുവേഷൻ ഈസ് ദ ആക്ട് ഓഫ് വിസ്ഡം എന്നാണ്. എം സ്കോട്ട് പെക്കും അത് തന്നെ കുറച്ചുകൂടെ വിശാലമായി പറയുന്നുണ്ട്, സെൽഫ് എക്സാമിനേഷൻ ഈസ് ദ കീ ടു ഇൻസൈറ്റ് വിച്ച് ഈസ് ദ കീ ടു വിസ്ഡം. നമ്മൾ നമ്മുടെ കഴിവുകേടും വിലയിരുത്തുന്നതിനൊപ്പം നമ്മൾ സമീപിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളെയും ദൈവബോധ്യത്തിൻ്റെയും മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം നിർവഹിക്കേണ്ടത് അനിവാര്യമാണ്. വീണ്ടും വിചാരമില്ലാതെ ബാൻഡ് വാഗൺ ഇഫക്റ്റിൻ്റെ ഇരകളായിത്തീരുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ബുദ്ധിയെ വിവേകപൂർവം ഉപയോഗിക്കുക. 2 കൊരിന്ത്യർ 13-5 നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലേ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ദൈവമേ, ഭൗമജീവിതമാകുന്ന മനോഹര തീരത്ത് നല്ല ജീവിതം ഞങ്ങൾക്ക് തന്ന കൃപകൾക്ക് സ്തോത്രം. കൃപയുടെ തണലിൽ ഞങ്ങൾ ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ കേവലം ജൽപ്പനകളുടെ പിറകിൽ യാത്ര ചെയ്യുന്നവരല്ല, ദൈവബോധ്യത്തിൻ്റെയും നല്ല മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളെയും ശരിയായി വിശകലനം ചെയ്ത് സമീപിക്കുവാൻ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളിൽ പകരണമേ. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ തികഞ്ഞ പരാജയത്തിലേക്കും വീഴ്ചയിലേക്കും ഞങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. കർത്താവേ, ശരിയായ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.